സദസ്സിന് നമസ്കാരം. ഞാൻ ഓൺലൈൻ പഠനത്തിനെ കുറിച്ചാണ് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധിയിൽ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകമെമ്പാടും ഓൺലൈൻ പഠനവും ആരംഭിച്ചു കഴിഞ്ഞു. ക്ലാസ് മുറിയിലെ പഠനത്തിൽ നിന്നും വ്യത്യസ്തമായി വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള സമയത്ത് പഠിക്കാം എന്നുള്ളതും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങളും വീണ്ടും വീണ്ടും കേൾക്കാം എന്നുള്ളതും ഇതിനൊക്കെ അപ്പുറം സാധാരണ ജനങ്ങളുടെ ഡിജിറ്റൽ ലിറ്ററസിയുടെ ശേഷി വർദ്ധിപ്പിച്ചു എന്നുള്ളതും ഓൺലൈൻ പഠനത്തിൻ്റെ ഒരു മേന്മയായി എടുത്തു പറയാവുന്നതാണ്. ഏതൊരു കാര്യത്തെ പോലും ഓൺലൈൻ പഠനത്തിനും ഒട്ടേറെ പരിമിതികളുണ്ട്. കൊറോണ എന്ന മഹാമാരി ഒരു വശത്ത്, മറുവശത്ത് നമ്മുടെ ഓൺലൈൻ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ കിടന്ന് ടെൻഷൻ അടിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും അവരുടെ സൗകര്യങ്ങളും ഇല്ലായ്മകളും ഉള്ളിലൊതുക്കി മറികടക്കാൻ പെടാപ്പാട് പെടുന്നു. ടാബ്ലറ്റും മൊബൈലും കമ്പ്യൂട്ടറും പിടിച്ചു വാങ്ങിയെന്ന് അതേ കൈകൾ കൊണ്ട് തന്നെ കുട്ടികളെ ഇന്ന് അവരുടെ മുൻപിലേക്ക് നിർബന്ധിച്ച് ഇരുത്തുന്ന ഒരവസ്ഥയാണ് ഓരോ വീടുകളിലും ഉള്ളത്. ഈ സൗകര്യങ്ങളെ കുട്ടികളായ നമ്മൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കേണ്ടതാണ്. ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ സംഭവിച്ച് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ലോഹമായ നമ്മുടെ പഠനത്തിൻ്റെ ക്ലാസ് മുറിയിലേക്ക്, കളിക്കളത്തിൻ്റെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് എല്ലാ കുട്ടികൾക്കും തിരിച്ചു പോകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.